ഹലോ ഫ്രണ്ട്സ്, വാട്സപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കൊല്ലം മയ്യനാട് വലിയവിള മാടന്നട അമ്പലത്തിൽ നിന്ന് ഉത്സവമാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് ഇന്ന് ഗജമേളയും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ പുതുപ്പള്ളി ഗണേശനും പുതുപ്പള്ളി സാധുവും തൊട്ടടുത്തായിട്ടുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ നമ്മൾ ആനയെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെന്നതാണ്. ചെന്നപ്പോൾ ഇതേപോലെ പനമ്പട്ടയൊക്കെ കിടപ്പുണ്ട്. പിന്നെ ആന ഇത് നമ്മുടെ പുതുപ്പള്ളി ഗണേശനാണ്. നമ്മൾ ചെന്നപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ടടുത്ത് തന്നെയായിട്ട് പുതുപ്പള്ളി സാധു ഉണ്ട്. സാധുവിനെ വേറൊരു പറമ്പിലാണ്. അപ്പോൾ നമ്മുടെ പുതുപ്പള്ളി ഗണേശൻ, പുതുപ്പള്ളി സാധു. അപ്പോൾ ഈ രണ്ട് ആനയെ പറ്റിയിട്ടും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതുപ്പള്ളി ഗണേശനെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇനി പുതുപ്പള്ളി സാധുവിൻ്റെ അടുത്തേക്കാണ്. പുതുപ്പള്ളി സാധു എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തലയെടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആനയാണ്. അപ്പോൾ ഇത് പുതുപ്പള്ളി സാധുവിൻ്റെ തിടമ്പാണ്. ഇത് നമ്മൾ പുതുപ്പള്ളി സാധുവിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പുതുപ്പള്ളി സാധു. ഈ ആനയെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 1 വീഡിയോ ആണ്. അതായത് വലിയവിള മാടന്നട അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നമ്മൾ രാവിലെ ആനയെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയേക്കായിരുന്നു. അപ്പോൾ പുതുപ്പള്ളി സാധു ആൻഡ് പുതുപ്പള്ളി ഗണേശൻ. അപ്പോൾ ഈ രണ്ട് ആനകളെ പറ്റിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആനപ്രാന്തന്മാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ പാർട്ട് 1 ആയിട്ടാണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 2 നമ്മൾ ഉത്സവത്തിന് പോയിട്ട് രാത്രിയുള്ളൊരു വൈബ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ പുതുപ്പള്ളി സാധുവിൻ്റെ തിടമ്പ് ആണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇതാണ് അമ്പലം, വലിയവിള മാടന്നട അമ്പലം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ്, ഈ സ്റ്റേജിന് തൊട്ട് ബാക്കിലായിട്ടുള്ള കാമ്പൗണ്ടിലാണ് ആനയെ അവർ നിർത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് പാർട്ട് 1 ആണ്. ഇതുപോലെ വൈബ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുക, വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പാർട്ട് 2 അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.